അമ്മ രുചിക്കോട്ടേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ പോണേ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ റേഷൻ കടയിൽ മുഴുവൻ ഗോതമ്പ് വാങ്ങിച്ചാണേ. ആ ഗോതമ്പ് വാങ്ങിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു 3-4 ദിവസത്തെ ഉണക്കൊക്കെ എടുത്ത് ഉണക്കിയെടുത്താണ്. ഒരു 750 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങായും എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര, ഇതിന് ചേർക്കാൻ വേണ്ടിയുള്ള 1/2 കിലോ ശർക്കര ഞാൻ പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായും ജീരകവും ചുക്കുപൊടിയും കൂടെ ഉള്ളതാണ്. പൊടിച്ച അത്രയും പൊടി ഇതിനാവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ്. ഇനി ഇത് നല്ലപോലെ വറക്കും. ഒന്നും കരിഞ്ഞു പോകരുത്. ഒരു നല്ലപോലെ വറുത്തെടുക്കുക നമ്മൾ. എന്നിട്ട് വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. അപ്പോൾ ഇത് വറക്കാൻ പോവാണ്. നമ്മൾ വറുത്തെടുക്കുവാണ് ഈ ഗോതമ്പ്. നമ്മുടെ വീട്ടിലെ ഗോതമ്പ് നമ്മൾ റേഷൻ കടയിൽ ഇങ്ങനെ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് ഇതുപോലെ ഒറ്റും കരിഞ്ഞും പോകരുത്, എന്നാൽ മൂക്കുകയും വേണം. ആ രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചെടുത്തിട്ടാണ് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ പൊടിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഗോതമ്പ് വേണ്ടി നമ്മളിങ്ങനെ തരിതരാൻ, ഒത്തിരി പട്ടുപോലെ പൊടിച്ചില്ല, ശകലം തരിയായിക്കൊണ്ട് തരിതരാന്ന് നമ്മൾ പൊടിച്ചെടുത്തേ. ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നാം ശർക്കര അങ്ങോട്ട് പാനിയാക്കി വെച്ചിരിക്കുക. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതിനി എടുത്ത് ഒഴിക്കാൻ പോവാണ്. എൻ്റെ പാനിയാക്കി അതിന് ഇതിനകത്തിലോട്ട് ഒഴിക്കുവാണ്. അരിച്ചൊക്കെ എടുത്തതാണ്, അഴുക്കൊന്നുമില്ല ഇതിനകത്ത്. അത് ശർക്കര ശർക്കര പാനിയാക്കി എടുക്കുകയാണ്. ഇനി ഇതിനകത്തിലോട്ട് നമ്മുടെ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ, കുറച്ച് തേങ്ങ അതിനടുത്ത് തേങ്ങ ഇടുവാണ്. നല്ലതായിട്ട് നമുക്ക് ഈ മാവുണ്ടയ്ക്കൊക്കെ നമ്മൾ എടുക്കത്തില്ലേ, ആ പരുവത്തിന് ശർക്കര വരട്ടിക്ക് മാവുണ്ടയ്ക്ക് എടുക്കുന്ന പോലെ നമ്മളിത് ആ പൊടിയിലിട്ട് ഉരുട്ടി പിടിക്കേണ്ടതാണ്. നമ്മൾ ഉരുട്ടി എടുക്കേണ്ടതാണ്. അപ്പോൾ ആ പരുവത്തിന് വേണം ഇത് പാനിയാക്കി എടുക്കുക. നമ്മൾ ശർക്കര റെഡിയാക്കി എടുക്കാൻ. ശർക്കര പരുവും അങ്ങനെയാണ്. പരുവത്തിന് പാകത്തിലാണ് ഞാൻ ശർക്കര എടുക്കുന്നത് കേട്ടോ. ശർക്കരയുടെ പരുവും അങ്ങനെയാണ്. നമ്മൾ ഈ പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് ഉരുട്ടി എടുക്കാത്തക്ക വണ്ണം ആണ്. അല്ല, ശർക്കരയുടെ പരുവം ശരിയായില്ലെങ്കിൽ നമ്മൾ ഈ പൊടി അങ്ങോട്ട് ഇടുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതനുസരിച്ചാണ് ഇടുന്നത്. ശർക്കര ഈ അതിൻ്റെ പരുവത്തിൽ അതിൻ്റെ പരുവമായി കേട്ടോ. ഞാൻ ഇനി അതിലോട്ട് ഈ പൊടി ഇടുവാന്നേ. പൊടി ഇട്ടിട്ട് ഇനി ഇളക്കുക. പൊടിയിട്ട് നല്ലതായിട്ട് ഇളക്കുകയാണ്. ഇളക്കിയിട്ട് ഉണ്ട് ചുക്കും ജീരകവും ഏലക്കായും കൂടെ പൊടിയാണ്, അതും ഇതിനകത്തിലോട്ടിടുവാണ് ഞാൻ. നന്നായിട്ട് ഇളക്കി എടുക്കട്ടെ. നല്ലതായിട്ട് ഇത് ഇളക്കി ശർക്കര ഇത് മാവിൽ നല്ലപോലെ പിടിക്കണം. പിടിച്ച് വെച്ച് വേണം അത് നമ്മൾ ഉരുട്ടിയിടുന്നത്. നമ്മൾ പണ്ട് അരി കൊണ്ട് മാവുണ്ട ഉണ്ടാക്കത്തില്ല, അതുപോലാണിത്. അരിയല്ലെന്ന് മാത്രം. നമ്മൾ ഗോതമ്പ് റേഷൻ കടയിലെ ഗോതമ്പ് വാങ്ങിച്ച് നല്ലതായിട്ടൊക്കെ കഴുകി ഉണക്കി എടുത്തതാണ്. നമുക്കത് ചെയ്യാം. നമ്മളെ കടയിൽ പോയി വാങ്ങിച്ചാൽ മതിയല്ലോ. എളുപ്പം ചെയ്യാവുന്നൊരു പലഹാരമാണ്. ഇതെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഗോതമ്പിൻ്റെ എല്ലാം റെഡിയായി. എല്ലാം ശർക്കരയ്ക്കകത്ത് നമുക്ക് കുഴച്ചിങ്ങനെ വെച്ചിരിക്കുവാണ്. ഇനി ഇത് ഞാൻ ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിങ്ങനെ ഒത്തിരി ചെറിയ ചൂടായിരുന്നു. ചെറിയ ചൂടോടെ നമുക്കിതിങ്ങനെ ഉരുട്ടി ഇതിങ്ങനെ വെളിയിട്ടിനകത്തോട്ട് വെക്കുകയാണേ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിന് വലിയ ചിലവുള്ള കാര്യമൊന്നും അല്ല. 10-15 രൂപ കൊടുത്താൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിച്ച് അത് കഴുകി വൃത്തിയാക്കി എടുത്ത് ഉണ്ടാക്കാൻ. എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഇതും ചെയ്ത് നോക്കണം.
സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സ്പെഷ്യൽ ഗോതമ്പ് ഉണ്ടോ വേറെ നോക്കാം. ഇങ്ങനെ ഉരുട്ടി നോക്കാം. ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ഉരുള ശരിയായിട്ട് വരാത്ത, കൈ കൊള്ളുവാണ്. കണ്ടോ, ആണ് നമ്മുടെ സ്പെഷ്യൽ ഗോതമ്പുണ്ട. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പലഹാരമാണ് സ്പെഷ്യൽ ഗോതമ്പുണ്ട. കണ്ടോ, ഇനി എല്ലാം അങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുവാണേ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഗോതമ്പ് കൊണ്ടുള്ള മാവുണ്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഗോതമ്പ് മാവുണ്ട എങ്ങനെ ഉണ്ടോ നോക്കിയേ. നല്ല സൂപ്പറായി, നമുക്ക് നല്ല ടേസ്റ്റുമാണ്, മധുരം എല്ലാം ഉണ്ട്. എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നമ്മളെ കമൻ്റ് ഇടണം, മറക്കരുത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ.